ഇന്ന് ശനിയാഴ്ച രാവിലെ തന്നെ കടയിൽ പോയി ഇരുന്നതാണ് കേട്ടോ. ഈ ക്യാഷ് കൗണ്ടറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് എല്ലാവരും വിചാരിക്കും ക്യാഷ് വാങ്ങിക്കാനിരിക്കുന്നതാണ്. അല്ല ഗൈസ്, പട്ടിപ്പണിയാണ് ഇവിടെ, പട്ടിപ്പണി. അങ്ങനെ പണികളൊക്കെ തുടങ്ങിയിട്ടോ. രാവിലെ പാലൊക്കെ വന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. പിന്നെ അവിടെ കുറേ ഒതുക്കുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള പരിപാടികളുണ്ടാവും. ശ്രീചേട്ടൻ മാർക്കറ്റിൽ പോയി വന്നിട്ട് അന്ന് പാറുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാറും വന്നു. അങ്ങനെ ശ്രീചേട്ടൻ പറയാ, വയ്യാണ്ടായി ദൈവമേ, എത്ര പണിയാന്ന്. പണി പിന്നെ ഉണ്ടാവില്ല, പച്ചക്കറി കടയല്ലേ. അപ്പോഴേക്കും അച്ചുമ്മ വന്നു കേട്ടോ. അച്ചുമ്മ വന്നിരിക്കുന്നത് ഊട്ടിയിൽ നിന്നാണ് ഗൈസ്, ഊട്ടിയിൽ നിന്ന്. ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് ഊട്ടിക്ക് പോയിരിക്കുകയായിരുന്നു, ഊട്ടി മൈസൂർ. അങ്ങനെ അവനെയും കൊണ്ട് വീട്ടിൽ വന്ന് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടോ. ഞാനിവിടെ പണികളിലാണ്. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. പിന്നെ എന്താ, പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി 2 ചുട്ടെടുത്തു. ഇനി നമുക്ക് മുട്ടയും ചപ്പാത്തിയൊക്കെ ഇട്ടൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ. അതിനായി ചുട്ടെടുത്ത ചപ്പാത്തികൾ ഇങ്ങനെ അരിഞ്ഞെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ചെറുതായി ഇങ്ങനെ പൊട്ടിച്ചിട്ടാലും മതി. അങ്ങനെ ഞാനിത് അരിഞ്ഞെടുത്തു. ഇനി ഒരു മുട്ട, ഇത് കാടമുട്ടയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാടമുട്ട എടുത്ത് പൊരിക്കാൻ വെച്ചു. അങ്ങനെ ഇത് ഇന്നലെ വാങ്ങിച്ച ബീഫ് കറിയുടെ കുറച്ചായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ബീഫും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ചേർത്തിട്ടോ. ഇതൊഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എങ്കിലും ഇതൊഴിച്ചാൽ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അങ്ങനെ അതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് അവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിടാണ് കേട്ടോ, പാല് നന്നായി തിളയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് പൊറോട്ടയിൽ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ചപ്പാത്തിയിലാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഉപ്പ് വാരിയിടുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, കുളിക്കാൻ വേണ്ടിയിട്ട്. മേലുവേദന ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഈ പോകുന്നത് തിരുമ്പാനാണ്. അച്ഛമ്മ കൊണ്ടുവന്ന തുണികളെല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. കല്ലിൽ തല്ലി തിരുമ്പണം, കാരണം വെള്ള പാൻസ് ഷർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ തിരുമ്പായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരം ഇപ്പം എൻ്റെ അമ്മ വന്നത് കേട്ടോ. അങ്ങനെ അമ്മ വന്നപ്പോൾ പിന്നെ പാറും അമ്മയും കൂടി ഇവിടെ നൂറാങ്കോല് കളിക്കുക. ഇതിന് നിങ്ങളുടെ ഇവിടെ നൂറാങ്കോലും തന്നെയല്ലേ പറയുക, അതായത് നമ്മുടെ ഈർക്കിളി കൊണ്ട് ഇങ്ങനെ കളിക്കുന്നതിന്. അപ്പം ഇവിടെ നൂറാങ്കോല് എന്നാണ് കേട്ടോ പറയാം. അപ്പം നൂറാങ്കോല് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പാറുമോൾക്ക് ഞാൻ ബൂസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അച്ഛമ്മ പാറുമോൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.